നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോഴേ ബിൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഫൗണ്ടേഷനാണ്. നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സൂപ്പർ സ്ട്രക്ചർ, അതായത് ഈ ഫൗണ്ടേഷൻ മേളിലോട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും തന്നെ നല്ല ആയുസോടുകൂടി നിൽക്കും. കാരണം നമ്മളൊരു ഭൂമിയിലാണ് ഇതിനെ ഉറപ്പിക്കുന്നത്. ഭൂമിയുമായിട്ട് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിനെ ഉറപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് ഫൗണ്ടേഷൻ. ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ പല രീതിയിലുള്ള ഫൗണ്ടേഷൻ ഉണ്ട്. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയാറുണ്ട്, അതുപോലെ ഡീപ്പ് ഫൗണ്ടേഷൻ അടുത്തൊരു ഫൗണ്ടേഷൻ ഇതാണ്. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയായിട്ട് ഏറ്റവും വളരെ ആഴം കുറഞ്ഞു കൊടുക്കുന്ന ഫൗണ്ടേഷനുകളാണ്. അത് പല രീതിയിലുള്ള ഫൗണ്ടേഷൻ ഉണ്ട്. അതായത് നമ്മുടെ കല്ലടിക്ക് പണിയുന്ന സ്ട്രിപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കമ്പൈൻഡ് ഫുട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ഫുട്ടിംഗ് ഉണ്ട്, മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഉണ്ട്. ഇത്തരം സാധനമാണ് എപ്പോഴും ഈ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ രീതിയിലുള്ള ലോഡുകൾ വരുന്ന വലിയ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ, അതിൻ്റെ ഓവർ ടേണിങ്, അത് തിരിച്ച് മറിയാതിരിക്കാനും, അപ്പം എത്ര ഹൈറ്റിൽ പോകുന്നു അതിന് അനുപാതകമായിട്ട് താഴോട്ട് പോകണം. അപ്പം ഈ താഴേക്ക് പോകുന്ന അതിന് പറയുന്ന ഡീപ്പ് ഫൗണ്ടേഷൻ, അതിന് പ്രധാനമായിട്ടും പൈൽ ഫൗണ്ടേഷൻ ഉണ്ട്. പൈൽ ഫൗണ്ടേഷൻ തന്നെ പല രീതിയിലുണ്ട്. DMC പൈലിംഗ് ഉണ്ട്, ഡ്രിൽ പൈലിംഗ് ഉണ്ട്, ബാറ്റേൺ പൈലിംഗ് ഉണ്ട്, ഫ്രിക്ഷൻ പൈലുകൾ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പൈലുകളുണ്ട്. ഈ പൈലുകൾ ഉപയോഗിക്കുന്ന ഡീപ്പ് ഫൗണ്ടേഷൻസ് ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള സാഹചര്യങ്ങളാണ്. ഒന്ന് ഹൈ റൈസ് ബിൽഡിങ്ങുകളാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിന് മാഷി ലാൻഡ്, അതായത് നമുക്ക് നല്ല രീതിയിൽ ചതുപ്പ് സ്ഥലമാണെങ്കിൽ, അത് സോയിൽ ആണെങ്കിൽ അത് ഒരിക്കലും ഒരു ഷാലോ ഫൗണ്ടേഷനിൽ അത് നിൽക്കില്ല. ഷാലോ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ഡ്രിഫ്റ്റിംഗ് ഉണ്ടാകും, സെറ്റിൽമെൻറ്റ് ഉണ്ടാകാം, ഒരുപക്ഷെ അത് ഫെയിലിയറായി മറിഞ്ഞു പോകാം. ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഡീപ്പ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫൗണ്ടേഷനാണ്. ഒന്ന് ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ. ഇത് മനസ്സിലാക്കുന്നത് അനുയോജ്യമായിട്ടുള്ള സോയിൽ ടെസ്റ്റ് വഴിയാണ്. സോയിൽ ടെസ്റ്റ് നടത്തി നല്ല വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സും അവർ കമ്പൈൻ ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.